Hello friends, stock market loversലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം നാളത്തേക്കുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ ആൻഡ് കുറച്ച് നല്ല ഇൻട്രാഡേ സ്റ്റോക്സുകളും. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,581, 76 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 48,803 259 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 32,112 341 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,504 and ഇന്നത്തെ ഓപ്പണിംഗ് 14,522. സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 14,597, ഡേ ലോ വാസ് 14,353 ആൻഡ് 76 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,581 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണാൻ കഴിയുന്ന സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, TCS, ICICI ബാങ്ക്, HDFC അഗെയിൻ, റിലയൻസ്. അതേസമയം ഡ്രാഗ് ചെയ്ത സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ്, ഗ്രാസിം, നെസ്ലെ, HDFC ലൈഫ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്സ്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 31,771 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 31,929. യെസ്, ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 32,187, ഡേ ലോ വാസ് 31,406 341 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 32,112 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയെ പുള്ളപ്പ് ചെയ്യിപ്പിച്ച മെയിൻ സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI. അതേസമയം കുറച്ച് ഡ്രാഗ് ചെയ്യിപ്പിച്ച സ്റ്റോക്സുകൾ ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, AU സ്മോൾ ഫിനാൻസ്, കൊട്ടക് മഹീന്ദ്ര. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും ഫോം ചെയ്തിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. ഫ്രണ്ട്സ്, ഇന്ന് ബെഞ്ച് മാർക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ സ്ട്രെങ്ത് മോഡൽ തന്നെയാണ്. ബിക്കോസ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ, മെറ്റൽസ്, ഫാർമ ആൻഡ് IT സെക്ടർ. ഇതിലുള്ള പല സ്റ്റോക്സുകളും നല്ലൊരു പെർഫോമൻസ് ആണെന്ന് കാഴ്ചവെച്ചത്. ഇത്രയും പ്രോബ്ലംസ്, അതായത് കൊറോണ വൈറസിൻ്റെ ഇത്രയും സ്പ്രെഡിങ് ഉണ്ടായിട്ട് പോലും പീപ്പിൾ ആർ സ്റ്റിൽ ഒരു ബുള്ളിഷ് മോഡൽ തന്നെയാണ്. ഓക്കെ, ആൻഡ് നാളത്തേക്കുള്ള ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 100-day മൂവിങ് ആവറേജ് ഇന്ന് വരെ അത് നിലനിർത്തിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വളരെ അധികം ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഓക്കെ, സോ വിച്ച് ഈസ് 14,300 ആ ഒരു ലെവലാണ് നമുക്കിനി വാച്ച് ചെയ്യേണ്ടത് വെരി ക്ലോസ്ലി. അത് ബ്രീച്ച് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സൈഡ് വേസോ അല്ലെങ്കിൽ നല്ലൊരു കറക്ഷനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണുന്നുണ്ട്. അറ്റ് സെയിം ടൈം, ഇഫ് യു ആർ ഇൻ ലോങ്, പ്ലീസ് ട്രൈ ടു ബുക്ക് യുവർ പ്രോഫിറ്റ് ബിറ്റ്വീൻ 14,650 to 700. Don't go for further profit. Don't be greedy. Okay guys, and 14,350 ആ ലെവൽസിലേക്ക് മാർക്കറ്റ് നാളെ വരികയാണെങ്കിൽ പ്ലീസ് യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബൈ ദ ഡിപ്പ് സ്ട്രാറ്റജി. ഓക്കെ, നിഫ്റ്റിയുടെ മെയിൻ റെസിസ്റ്റൻസ് ലെവൽസ് 14,650, സെക്കൻഡ് ഈസ് 14,780 ആകുന്നു. And Indiavix moved by 2.1% today, which is 20.46 നിന്ന് 20.89 ലെവൽസിലേക്ക്. ഓപ്ഷൻ ഫ്രണ്ട്, ഓപ്ഷനിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000 സെക്കൻഡ് ഹൈ സീസ് 14,500 കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 15,000 സെക്കൻഡ് ഹൈ സീസ് 15,500 ലെവലിലുമാകുന്നു. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള 15,200 സെക്കൻഡ് ഹൈ സീസ് 14,900 സ്ട്രൈക്കിലും. അതേസമയം പുട്ട് റേറ്റിംഗ് 14,000 സെക്കൻഡ് ഹൈ സീസ് 14,500 ടെക്നിക്കൽ വ്യൂ പ്രകാരം, അതായത് ഓപ്ഷൻ ഡാറ്റ പ്രകാരം ഒരു ട്രേഡിംഗ് റേഞ്ച് കാണിക്കപ്പെടുന്നത് 14,250 to 14,850 ആകുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മെയിൻ സപ്പോർട്ട് സോണായിട്ട് കാണാൻ കഴിയുന്നത് ഇറ്റ് ഷുഡ് ഹോൾഡ് ഫസ്റ്റ് ഓഫ് ഓൾ 32,000 എബോവ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് സപ്പോർട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള 31,500, സെക്കൻഡ് ഈസ് 31,250 ലെവലും ആകുന്നു. അതേസമയം റെസിസ്റ്റൻസ് 32,500, സെക്കൻഡ് ഈസ് 32,750 ആകുന്നു. ആൻഡ് ഇത് പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞ സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ഗ്ലെൻ ഫാർമ, TCS, കാഡില,
Wipro, Cipla, ONGC, Siemens, Dabur, ICICI Bank, Page Industries, Tata Steel, Gale, Godrej Consumer, Lupin, Marico അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകളുണ്ട്. അതപ്പം വീക്ക്നെസ് മെയിനായിട്ട് കാണാൻ കഴിയുന്നത് ഇന്ത്യ ബുൾസ്, ഏഷ്യർ മോട്ടോഴ്സ്, DLF, ഭാരത് ഫോർജ്, ഗ്രാസിം, PVR, മാരുതി, അംബുജ സിമൻസ്, മണപ്പുറം, മുത്തൂറ്റ് ഫിനാൻസ്, വോൾട്ടാസ്, റിലയൻസ് അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകളുണ്ടായിരുന്നു. FIs ആൻഡ് DIs ഡാറ്റ. FIസിൻ്റെ ഭാഗത്തു നിന്ന് 979 crores ഒരു ബൈങ്ങാണ് നടന്നിട്ടുള്ളത്. അതേസമയം DIസിൻ്റെ ഭാഗത്തു നിന്ന് 526 crores സെൽ ഓഫ്. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്കുകൾ. ഫസ്റ്റ് വൺ ഇൻഫോസിസ്, TCS, റിലയൻസ്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് ആൻഡ് ഇന്ത്യൻ ബാങ്ക്. ആൻഡ് ഓഫ് കോഴ്സ് ഫാർമ സെക്ടറും കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. സോ സൺ ഫാർമ, ഡിവിസ് ലാബ്, സിപ്ല. ആൻഡ് ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം ഇൻഡെക്സ് ഡയറക്ഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ. അതായത് ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് ഷോർട്ട് എടുക്കേണ്ടതാണെങ്കിൽ ഷോർട്ട് എടുക്കുക, ബൈ എടുക്കേണ്ടതാണെങ്കിൽ ബൈ എടുക്കുക. സോ നിങ്ങൾ ചോദിക്കും, ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റുന്നതല്ല, ആർക്ക് വേണമെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ. അങ്ങനെയല്ല. ഓക്കെ, ബിക്കോസ് ലോട്ട് ഓഫ് മൂവ്മെൻറ്റ്സ്, ഓക്കെ, ഒത്തിരി മൂവ്മെൻറ്റ്സ് ഈ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി IT സെക്ടറിലെല്ലാം. ഓക്കെ, ഒത്തിരി കോൾ റൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതേസമയം ഷോർട്ട് കവറിങ് നടന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം എഫക്റ്റ് ചെയ്യും ഈ സ്റ്റോക്സിന്. സോ ദർ വിൽ ബി ഗുഡ് മൂവ്മെൻറ്റ് ടുമാറോ. അതുകൊണ്ടാണ് ഇങ്ങനെ ടാർഗറ്റോ ട്രിഗറോ ഇല്ലാതെ തരുന്നത്. പ്ലസ് അതിൻ്റെ ഒരു മെയിൻ കാരണം ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ തന്നെയാണ്. ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ ട്രിഗറും തരാത്തതിൻ്റെ മെയിൻ കാരണം. സോ പ്ലീസ് ട്രൈ ടു ഗെറ്റ് ഇൻ whenever you get good opportunity and book the profit and try to avoid long. Friends, very careful with market. നമ്മൾ കഴിഞ്ഞൊരു വർഷം കണ്ട മാർക്കറ്റിൽ ഇനി വരാൻ കിടക്കുന്നത് ഒത്തിരി സൈഡ് വേസും അതുപോലെ ചോപ്പി ഓക്കെ, ഇമ്മീഡിയറ്റ് ഫ്ലാഷ് ക്രാഷ് ഓർ ഒരു അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് കറക്ഷൻസ്, ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ഇനി കാണാൻ കിടക്കുന്നത്. ശരിക്കും മാർക്കറ്റ് വരാൻ കിടക്കുന്നുള്ളൂ. ഓക്കെ, ശരിക്കുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2013 to 2017-18 ആ ഒരു ലെവലിൽ ആ ഒരു മാർക്കറ്റ് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു മേക്ക് മണി ഫ്രം ദ മാർക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതും വളരെ ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഡോണ്ട് ഗെറ്റ് ഇൻ ടു എനി ട്രാപ്പ്. ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരിക്കും. നെക്സ്റ്റ് മൂമെൻറ്റ് ഇറ്റ് വിൽ ഭയങ്കര ചീറ്റിംഗ് നടത്തും. ആൻഡ് ഇന്ന് ആക്ച്വലി SGXNIFTY ഒക്കെ ഇന്നലെ 14,800 വരെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ബട്ട് ടുഡേ മോർണിംഗ് എല്ലാവരും ഒരു 100+ ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഓൺലി 22 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ആൻഡ് ടുമാറോ ഓൾസോ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ഗ്യാപ്പ് അപ്പ്. ഓക്കെ, ഒരു പക്ഷേ നാളെ ഗ്യാപ്പ് ഡൗണിലായിരിക്കും മാർക്കറ്റ് തുറക്കുക. So don't be hero, don't be greedy. Please, this is all my personal views. My view may get wrong. So don't follow it blindly. Do your own study or consult a financial advisor before you take any position in the market. And don't forget to subscribe my channel, hit the like button, share it. Money and ting ting. Happy trading. Take care. Good night.